ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു കേളികൊട്ട് ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രചരണ പരിപാടികൾക്കുള്ള തുടക്കമാണ് ഇന്ന് കാസർഗോഡ്, ചരിത്രമുറങ്ങുന്ന ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 10 വർഷത്തെ നരേന്ദ്രമോദി ഭരണം രാജ്യത്തെ ജനങ്ങളെ ഇന്ന് അനാഥമാക്കിയിരിക്കുകയാണ്. എല്ലാ മേഖലയിലും തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ഇന്ത്യയിലെ ജനത മാറിക്കൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും ജനങ്ങൾ പ്രയാസപ്പെടുന്നു. കാർഷിക മേഖല മുഴുവൻ തകരുന്നു. കർഷക ആത്മഹത്യകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള സമയമില്ല. കർഷക ആത്മഹത്യകൾ നിരന്തരം നടക്കുന്ന ഭാരതത്തിൽ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര ഗവൺമെന്റിനോ മോഡിക്കോ താൽപര്യമില്ല. പാർലമെന്റിനകത്ത് നരേന്ദ്രമോദിയുടെ 1 മണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഒരിടത്തും രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞില്ല. അദ്ദേഹം കോൺഗ്രസിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. നെഹ്റുവിനെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. ഗാന്ധിയെ വധിച്ചവർ നെഹ്റുവിനെയും വധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ മാറിലേക്ക് വെടിയുണ്ടകൾ വായിച്ച അതേ ശക്തികൾ ജവഹർലാൽ നെഹ്റു എന്ന വിശ്വപൗരനെ ഇല്ലാതാക്കാനും വെടിയുണ്ടകൾ ഉതിർക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി നെഹ്റുവിനെ പറ്റിയാണ് ഇന്ന് വിമർശിക്കുന്നത്. ആരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് ലോകത്തെ ജനങ്ങൾക്കറിയാം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനകൾ ലോകത്തെ ജനങ്ങൾക്കറിയാം. ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ രാജ്യമാക്കി മാറ്റാൻ, സ്വതന്ത്ര ഭാരതത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഠിനാധ്വാനം ചെയ്ത നേതാവാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു മതേതര രാജ്യമാക്കി നിലനിർത്താൻ പ്രവർത്തിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഏറ്റവും കർമ്മകുശലനായ രാഷ്ട്രശില്പിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നരേന്ദ്രമോദി RSS ചേർന്ന് ഗാന്ധിയെ കൊന്ന പോലെ നെഹ്റുവിന്റെ ആശയങ്ങളെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതിനെതിരായിട്ട് വേണം നമ്മുടെ പോരാട്ടം. പാർലമെന്റിൽ അദ്ദേഹം എടുത്ത സമയം മുഴുവൻ കോൺഗ്രസിനെ ഇകഴ്ത്താൻ വേണ്ടിയായിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെ അപമാനിക്കാനായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയെ അദ്ദേഹം അപമാനിച്ചു. രാഹുൽ ഗാന്ധിയെ നിരന്തരമായി അപമാനിക്കുന്നു. ഇത് ഭാരതത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ ഭരണം ഇന്ത്യയെ അനാഥമാക്കി. ഇന്ത്യയുടെ മൗലികമായ മൂല്യങ്ങളെ തകർക്കുന്നു. ഭരണഘടനയെ തകർക്കുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നു. ചുരുക്കത്തിൽ രാജ്യത്തിന്റെ മഹത്തായ മൂല്യങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനെതിരെയാണ് നമ്മുടെ പോരാട്ടം.